കണ്ണൂർ കണ്ണപുരം സ്ഫോടന കേസ് പ്രതി അനു മാലിക്കിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സ്ഫോടനം നടന്ന വീട്ടിലെത്തിച്ച് തെളിവെടുക്കുകയും ചെയ്യും. പ്രത്യേക അന്വേഷണ സംഘം അനൂപിനെ ചോദ്യം ചെയ്യും. സ്ഫോടക വസ്തു നിർമ്മാണത്തിനുള്ള വെടിമരുന്ന് എവിടെ നിന്ന് എത്തിക്കുന്നുവെന്നും സ്ഫോടക വസ്തുക്കൾ ആർക്കു വേണ്ടി നിർമ്മിക്കുന്നുവെന്നും കണ്ടെത്താനാണ് ഇപ്പോൾ ശ്രമം നടക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളുമായി കെ രാഗേഷ് ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും. കണ്ണൂരിലെ വിശദാംശങ്ങൾ രാഗേഷ് നൽകും. രാഗേഷ്, ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വിശദമായ ഒരു അന്വേഷണം നടക്കുന്നുണ്ട്. ഈ സ്ഫോടക വസ്തു നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഈ മരുന്നുകൾ എവിടുന്ന് എത്തിക്കുന്നു, ആർക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കുന്നത് സംബന്ധിച്ച ചോദ്യങ്ങളാണ് ബാക്കിയായി നിൽക്കുന്നത്. ഇതിലൊരു വ്യക്തത വരുത്താൻ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ നീക്കം. വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ശ്രീകാർത്തിക, കണ്ണൂർ കണ്ണപുരം കീഴറയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് JCPയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. ഈ വിഷയത്തിൽ 2016 കണ്ണൂരിൽ പൊടിക്കുണ്ടിലുണ്ടായ സ്ഫോടനമുണ്ടായിരുന്നു. ഈ സ്ഫോടന കേസിലെ പ്രതി കൂടെയാണ് അനൂപ് മാലിക്. അതുകൊണ്ട് അനൂപ് മാലിക്കിനെ കസ്റ്റഡിയിൽ വാങ്ങി ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം നടത്തേണ്ടതുണ്ട്. സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുക്കണം. ഒപ്പം തന്നെ കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ചതിന് ശേഷം അനൂപിനെ കിട്ടിയതിന് ശേഷമേ ഉള്ളൂ കേസിലെ തുടരന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മുന്നോട്ട് പോവുകയുള്ളൂ. ഈ വിഷയത്തിൽ വാടക വീട് കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിലുള്ള സ്ഫോടക വസ്തുക്കളുടെ നിർമ്മാണം നടന്നിരുന്നത്. ഉത്സവത്തിന് ഉപയോഗിക്കുന്ന ഗുണ്ട് പോലെയുള്ള പടക്കമാണ് പൊട്ടിത്തെറിച്ചിട്ടുള്ളത്. കൂടാതെ നാടൻ ബോംബുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള വസ്തുക്കളും സംഭവ സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണത്തിലൂടെ കൂടെ മാത്രമേ ഉള്ളൂ എന്താണ്, ആർക്ക് വേണ്ടിയാണ് എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അന്വേഷിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് കണ്ണൂർ കമ്മീഷണർ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. നിതിൻ രാജ് ഉൾപ്പെടെ ഈ വിഷയത്തിൽ അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഇന്ന് കസ്റ്റഡി അപേക്ഷ കിട്ടിയ അനൂപ് മാലിക്കിനെ കയ്യിൽ കിട്ടുന്നതിന് ശേഷം മാത്രമായിരിക്കും ഇതിലുള്ള തുടരന്വേഷണം മുന്നോട്ട് പോവുക. ശരി രാകേഷ്, ഏതായാലും സംഭവവുമായി ബന്ധപ്പെട്ട് ഇനിയും നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം ബാക്കിയാണ്. വിശദമായ അന്വേഷണം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. കെ രാഗേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.